അപ്പൊ മാതാവിൽ നിന്നും മാതാവിന്റെ വയറിൽ കിടക്കുന്ന കുട്ടിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പോഷണം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേപോലെ അള്ളാഹുനോട് ബന്ധപ്പെടുന്ന ആ ഒരു ഷെയ്ഖിലേക്ക്, ആ ഒരു വലിയിലേക്ക് അള്ളാഹുവിന്റെ പോഷണങ്ങൾ, അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അനുഗ്രഹങ്ങൾ മാത്രമല്ല ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, അതുവഴി പല സമ്പർക്കങ്ങളും, കുട്ടി തിരിച്ചും മാതാവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. എന്നാൽ മറ്റു കുട്ടികളുമായിട്ട് മാതാവിന് ബന്ധമില്ലല്ലോ. സ്വന്തം വയറിൽ കിടക്കുന്ന കുട്ടിയുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. അതേപോലെ ആരാണോ ഹബുലുൽ വരീദ് വഴി അള്ളാഹുവിനോട് ബന്ധപ്പെട്ടത്, അവരുമായിട്ട് അള്ളാഹു ബന്ധപ്പെടുന്നുള്ളൂ. പിന്നെ നമുക്ക് അള്ളാഹുമായിട്ട് ബന്ധപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ ഹബുലുൽ വരീദ് ഉള്ളവനിലേക്ക് നമ്മൾ ബന്ധപ്പെടണം. അല്ലാതൊരു മാർഗവുമില്ല. ഇത് തിരിഞ്ഞവന് അള്ളാഹുവിനെ കിട്ടും, തിരിയാത്തവന് എത്ര കാലം കഴിഞ്ഞാലും അള്ളാഹുവിനെ കിട്ടാൻ പോകുന്നില്ല. അവന് ഏതെങ്കിലും വിഡ്ഢികളെ സ്വർഗത്തിൽ വസിക്കുക എന്നല്ലാതെ ഒരിക്കലും സ്വർഗത്തിൽ പോകാൻ സാധിക്കൂല. പിന്നെ അള്ളാഹു ഈ മഷായിഹന്മാരിലേക്ക് എപ്രകാരമാണ് ഈ ഫൈസ് കൊടുക്കുന്നത്, അനുഗ്രഹം കൊടുക്കുന്നത്? മഷായിഹന്മാര് മുരീദന്മാരിലോട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? ഇത്രയും ദൂരത്തിരിക്കുന്ന മുരീദന്മാരിലോട് എങ്ങനെ ബന്ധപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ കാലഘട്ടത്തിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു ഫോൺ വഴി മറ്റു ഫോണിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണ്? ബ്ലൂടൂത്ത് വഴിയായിട്ടും ഹോട്ട്സ്പോട്ട് വഴിയായിട്ടും വൈഫൈ വഴിയായിട്ടും ഒക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സൃഷ്ടിച്ച അള്ളാഹു ഭൗതികമായ ലോകത്തന്നെ എങ്ങനെ സൃഷ്ടിച്ചു വച്ചിരിക്കെ ആത്മീയമായ തന്നെ നമ്മൾ പറയാനുണ്ടോ? അതിനേക്കാളും വലിയ വലിയ സിസ്റ്റംസ് അതിലുണ്ടാവും. അപ്പൊ മുരീദിന്റെ കൽബിലേക്ക് ഷെയ്ഖ് എന്ത് ചെയ്യും? ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും, പലതും ട്രാൻസ്ഫർ ചെയ്യും. അത് അവര് തമ്മിൽ അടുത്തിരിക്കുന്നുണ്ടെങ്കിലും മറ്റാർക്കും അതിൽ ഷെയർ ഇല്ല, അവര് കാണാനും പോകുന്നില്ല. പക്ഷെ മുരീദിന് അത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ഷെയ്ഖിൽ നിന്നും, ഷെയ്ഖ് കൊടുക്കുന്നുണ്ടാവും, എല്ലാം ഇവിടെ എത്തുന്നുണ്ടാവും. നമ്മുടെ ഒരു മൊബൈലിൽ നിന്ന് മറ്റു മൊബൈലിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൽ ഈ മൊബൈൽ, ആ മൊബൈലിലുള്ള എല്ലാ ഫോട്ടോസും വീഡിയോസും ഫയലുകളും ഒക്കെ വരുന്നുണ്ട്. അതേപോലെ ഷെയ്ഖിലുള്ളതെല്ലാം ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും, ഷെയ്ഖ് അവിടുന്ന് സെൻഡ് ചെയ്യുകയാണെങ്കിൽ. പക്ഷെ ഇവിടെ മുരീദ് എന്ത് ചെയ്യണം? മുരീദ് കൽബ് തുറക്കണം, കൽബ് ഓപ്പൺ ആക്കി വെക്കണം. അല്ല എങ്കിൽ സ്വീകരിക്കാൻ സാധിക്കൂല. ഷെയ്ഖ് സെൻഡ് ചെയ്താലും സ്വീകരിക്കാൻ സാധിക്കൂല. അത് മുരീദ് സ്വന്തം മൊബൈലിലുള്ള ബ്ലൂടൂത്ത് ഓണാക്കുന്ന പോലെയാണ്, അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ട് ഓണാക്കുന്ന പോലെയാണ്. അതല്ല അവൻ ഓണാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാനും സാധിക്കൂല. ഇതേപോലെയാണ് കാര്യങ്ങൾ. പിന്നെയും വളരുന്ന സമയത്ത് മുരീദിന് അള്ളാഹുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. അപ്പൊ അള്ളാഹു തആല കാര്യങ്ങൾ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളെ കൽബിലുള്ള ആ ഓപ്പണിങ് നടന്നിരിക്കണം. എന്ന് പറഞ്ഞാല് മൊബൈലിൽ നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? ബ്ലൂടൂത്ത് ഓണാക്കി വെക്കുകയാണെങ്കിൽ ആ ലിസ്റ്റിൽ അവിടെ തെളിയും. ബ്ലൂടൂത്ത് ലിസ്റ്റിൽ മൊബൈലിന്റെ ഫോണിന്റെ പേരുകൾ തെളിയുന്ന പോലെ അള്ളാഹുവിന്റെ ലിസ്റ്റിൽ തെളിയും. അപ്പൊ അള്ളാഹു തആല അവിടുന്ന് കൊടുത്തയക്കുന്ന ഇൻഫർമേഷൻസും ഇവിടെ കിട്ടും. ആ ലിസ്റ്റിൽ ഇല്ലാത്തവർ അള്ളാഹു പരിഗണിക്കുന്നേ ഇല്ല. അവിടുന്ന് സെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് മാത്രമേ കിട്ടുള്ളൂ, അല്ലാത്തവർക്ക് എങ്ങനെ കിട്ടാനാണ്? അപ്പൊ അതിനുള്ള ആദ്യത്തെ വഴിയാണ് കൽബ് തുറക്കല്, ഷറഹ് ചെയ്യല്, അല്ലെങ്കിൽ അള്ളാഹു എന്നുള്ള നാമത്തെ കൽബിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് ഈ ഒരു മോഡിലേക്ക്, ബ്ലൂടൂത്ത് ഉപയോഗിക്കാനുള്ള മോഡിലേക്ക് കൽബിനെ എത്തിക്കല്. പല രീതിയിലും പറയാം, മനസ്സിലാക്കാൻ വേണ്ടിയാണ് പല രീതിയിൽ ഉപയോഗിക്കുന്നത് ഭാഷ. ഇത്തരം കൽബുകളുള്ള ആളുകളിലേക്കാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഇൽഹാമുകൾ ഒക്കെ വരുന്നത്. അല്ലാത്തവരിലേക്ക് എങ്ങനെ വരാനാണ്? ഇമാം മഹ്ദി അലൈഹി സ്വലാം വരുന്ന സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാം വിളിച്ചു പറയുന്ന വിളി കേൾക്കണമെങ്കിൽ എന്ത് വേണം? ഈ കൽബ് വേണം. അത് ജിബ്രീൽ അലൈഹി സ്വലാമ് മുമ്പും ഇവിടെ അള്ളാഹു തആല വിളിച്ചു പറയുന്നുണ്ടല്ലോ. ഡെയിലി 1 ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്, 3 ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവിടുന്ന് വരുന്ന പല കൽപ്പനകള്, നിർദ്ദേശങ്ങള്, വിളംബരങ്ങള് ഇതൊന്നും നമ്മൾ കേൾക്കുന്നില്ലല്ലോ. നമ്മള് ജിബ്രീൽ അലൈഹി സ്വലാം വരുമ്പോ മാത്രം എങ്ങനെ ഇത് കേൾക്കുന്നത്? അപ്പൊ അതിന് കേൾക്കാൻ നമ്മൾ കൽബ് ഓപ്പൺ ആക്കി വെക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് ആദ്യം നമ്മളത് ഹാസിലാക്കിയിരിക്കണം. ഒരുപാട് ആളുകളുണ്ടാവും, അവര് മഹ്ശറിൽ എത്തിയാലും ചോദിക്കും, എവിടെ മഹ്ദി, എവിടെ ദജ്ജാല്, എവിടെ ഈസാ നബി എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താണ്? അവര് കൽബ് ഓപ്പൺ ആക്കി വെച്ചിട്ടില്ല, ആ ഇൽമു പഠിച്ചിട്ടില്ല.